പ്ലസ് ടു ഫിസിക്സിലെ ബയോട്ട്-സവാർട്ട്സ് ലോ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ജീൻ ബാപ്റ്റിസ്റ്റ് ബയോട്ട് ആൻഡ് ഫെലിക്സ് സവാർട്ട് ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ലോ ഫോർമുലേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബയോട്ട്-സവാർട്ട്സ് ലോ, രണ്ടുപേരുടെയും പേരിൽ ബയോട്ട്-സവാർട്ട്സ് ലോ എന്ന് ആണ് ഈ ലോ അറിയപ്പെടുന്നത്. ബയോട്ട്-സവാർട്ട് ലോ gives a mathematical relation between magnetic field and current. കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഒരു മാത്തമാറ്റിക്കൽ റിലേഷനാണ് ഈ ബയോട്ട്-സവാർട്ട് ലോയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്താണ് ബയോട്ട്-സവാർട്ട് ലോ എന്ന് നോക്കാം. The magnetic field at a point due to a small element of current carrying conductor. ഒരു കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടറിൻ്റെ ചെറിയ ഒരു ഭാഗം, സ്മോൾ എലമെൻ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ, ഈ എലമെൻറ്റിലൂടെ കടന്നു പോകുന്ന കറണ്ട് മൂലം അതിനടുത്തുള്ള ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ബയോട്ട്-സവാർട്ട് ലോയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടറിൻ്റെ അടുത്തുള്ള മറ്റൊരു പോയിന്റിൽ അനുഭവപ്പെടുന്ന magnetic field intensity is directly proportional to the current flowing through the conductor. കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദ ലെങ്ത് ഓഫ് ദി എലമെൻറ്റ് dl, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ കണ്ടക്ടറിൻ്റെ ഒരു സ്മോൾ എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്മോൾ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് dl, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള വരയ്ക്കുന്ന ലൈൻ, അതിനും ഈ എലമെൻറ്റിനും ഇടയ്ക്കുള്ള ആംഗിൾ, അതിൻ്റെ സൈൻ ഓഫ് അല്ലെങ്കിൽ സൈൻ തീറ്റയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആർ ഫ്രം dl ഓഫ് ദ പോയിന്റ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്ക് ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ നിന്നുള്ള ലെങ്ത്, അതിൻ്റെ ലെങ്തിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്ക് ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കാം, അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആകും. ഇവിടെ കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I എന്ന് പറയുന്നത്, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഈ കണ്ടക്ടറിൻ്റെ മൊത്തം ലെങ്ത് L ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെറിയ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് dl എന്ന് പറയുന്ന ഒരു സ്മോൾ എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന magnetic field at a point due to a small element of current carrying conductor. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ഒരു സ്മോൾ എലമെൻറ്റ് dl എന്ന് പറയുന്ന ഒരു സ്മോൾ ലെങ്ത് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി പറഞ്ഞേക്കുന്നത്, അപ്പോൾ ഈ dl എന്ന് പറയുന്ന ഈ ലെങ്തിലൂടെ കടന്നു പോകുന്ന കറണ്ട് മൂലം ഈ P എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ I. ഇതിലേക്ക് കടന്നു പോകുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Iക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദ ലെങ്ത് ഓഫ് ദ എലമെന്റ് dl, ഈ എലമെന്റിന്റെ ലെങ്തിന് ഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടും. അതുപോലെ കറണ്ട് കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടും. ഇതെല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കണ്ടക്ടറിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. നമ്മൾ കൺസിഡർ ചെയ്യുന്ന എലമെന്റിന്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ സൈൻ ഓഫ് ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ആർ ആൻഡ് dl. ഇവിടെ നോക്കുക, ഈ എലമെന്റിൽ നിന്ന് നമ്മൾ P എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന ആ ലൈൻ, അതാണ് R എന്ന് പറയുന്നത്. ഈ ആറിനും അതുപോലെ തന്നെ dlനും ഇടയ്ക്കുള്ള ആംഗിൾ, ആറിനും dlനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്. ആ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൻ്റെ സൈൻ, അതായത് സൈൻ തീറ്റയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആർ ഫ്രം dl ടു ദ പോയിന്റ്. ഇവിടെ നോക്കുക, dlൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് R. ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച്, ഇപ്പം ഇവിടെ ഈ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിരുന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. പോയിന്റ് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറയും. പോയിന്റ് എലമെന്റിൽ നിന്ന് അകന്നു പോകുന്നതനുസരിച്ച്
മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യും. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആർ. അതായത് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ ബി എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഡി എൽ എന്ന് പറയുന്ന ഒരു സ്മോൾ എലമെൻ്റ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതുമൂലം അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ നമ്മൾ ഡി ബി എന്ന് മാർക്ക് ചെയ്യും. ഡി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തൊക്കെ കാര്യങ്ങൾക്ക്? കറണ്ടിന് പ്രൊപ്പോർഷണലാണ് ഐ. അതുപോലെ തന്നെ എലമെൻറ്റിൻ്റെ ലെങ്ത്, അപ്പം ഡി എൽ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. സൈൻ തീറ്റയ്ക്ക് പ്രൊപ്പോർഷണലാണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, അതായത് ആർ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ ഒന്ന് എഴുതി നോക്കാം. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഡി ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ, കറണ്ടിന് പ്രൊപ്പോർഷണലാണ്. ഡി എൽ ലെങ്ത് ഓഫ് ദ എലമെൻറ്റ് ആൻഡ് സൈൻ തീറ്റ, ഇവയ്ക്ക് മൂന്നിനും ഇവയുടെക്കെല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി ഇവിടെ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യുവാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് μ0 ഡിവൈഡഡ് ബൈ 4π. ഡി ബി ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ടൈംസ് I dl sin theta divided by r square. Here μ0 is called the permeability of free space. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിരുന്നു. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് 1/4πε0. അതിലെ ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള ഒരു മീഡിയത്തിൻ്റെ അല്ലെങ്കിൽ സ്പേസിൻ്റെ കഴിവ്, അതിനാണ് നമ്മൾ പറഞ്ഞിരുന്നത് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടുന്ന ആ പദാർത്ഥങ്ങളുടെ ആ പ്രത്യേകത, അതിനാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഡി ബി ഇസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ ഐ ഡി എൽ സൈൻ തീറ്റ എന്ന് വന്നിരിക്കുന്ന ഈ ഭാഗമുണ്ട്. ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ ഇതിനെ നമ്മൾ വെക്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതുകയാണ്. അതായത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ വെക്റ്റർ ഫോമിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഡി വി ഇസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു ഐ ഇൻറ്റു ഡി എൽ ക്രോസ് ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് നമുക്ക് കിട്ടും. is equal to μ0 divided by 4π into I into dl cos r divided by r square. ഇത് r എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റൻസിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം വെക്ടർ ഫോമിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബി ഇസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π ഇൻറ്റു ഐ ഇൻറ്റു dl cos യൂണിറ്റ് വെക്ടർ r ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഇവിടെ μ0 വാല്യൂ തന്നിട്ടുണ്ട്. μ0 ഇസ് ഈക്വൽ ടു 4π ഇൻറ്റു 10⁻⁻⁷ 4π ഇൻറ്റു 10⁻⁻⁷ ടെസ്ല മീറ്റർ പെർ ആംപിയർ. ഇപ്പോൾ നമുക്ക് ലഭിച്ച മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ, അല്ലെങ്കിൽ മറ്റൊരു റൂൾ കൂടിയുണ്ട് മാക്സ്വെൽസ് കോക്ക് സ്ക്രൂ റൂൾ. നമുക്ക് രണ്ട് നിയമങ്ങൾ ഉപയോഗിച്ച് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അസ്യൂം ദാറ്റ് ദ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടർ ഇസ് ഹെൽഡ് ഇൻ ദ റൈറ്റ് ഹാൻഡ്, നമ്മുടെ വലത് കൈയിൽ നമ്മൾ പിടിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ ദാറ്റ് ദ ഫിംഗേഴ്സ് റാപ്പ് അറൗണ്ട് ദ കണ്ടക്ടർ ആൻഡ് ദ തം ഈസ് സ്ട്രെച്ച്ഡ്. ഇഫ് ദ തം ഈസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്, then the wrapped fingers will show the direction of circular magnetic field. കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ നമ്മുടെ വലത് കൈയിൽ നമ്മൾ
പിടിച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കും. ഇപ്പം നോക്കുക, വലത് കൈയിൽ നമ്മൾ ഇങ്ങനെ ഈ കണ്ടക്ടർ പിടിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഇതാണ് കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ നമ്മൾ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കറണ്ട് കടന്നു പോകുന്ന ഈ കണ്ടക്ടർ നമ്മുടെ വലത് കൈയിൽ നമ്മൾ പിടിച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ നോക്കുക, തമ്പ് മുകളിലേക്കായിരിക്കും നമ്മുടെ ഇരിക്കുന്നത്. ആ തമ്പിൻ്റെ ഡയറക്ഷനിലാണ് കറണ്ടിൻ്റെ ഫ്ലോ തമ്പിൻ്റെ ഡയറക്ഷനിലും മറ്റു ഫിംഗേഴ്സ് ഈ കണ്ടക്ടറിനെ ചുറ്റിയിരിക്കുന്ന മറ്റ് ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തമ്പ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. തമ്പ് ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. റാപ്ഡ് ഫിംഗേഴ്സ് വിൽ ഷോ ദ ഡയറക്ഷൻ ഓഫ് സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഈ കറണ്ട് കടന്നു പോകുന്ന ഈ കണ്ടക്ടറിനെ ചുറ്റിയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഈ ഡയറക്ഷനിലായിരിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. അടുത്തത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന മറ്റൊരു നിയമമാണ് മാക്സ്വെൽസ് കോക്ക് സ്ക്രൂ റൂൾ, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. If a right-handed cork screw is assumed to be held along the conductor and the screw is rotated such that it moves in the direction of current, direction of magnetic field is same as that of the rotation of the screw. ഇവിടെ നോക്കുക, ഒരു സ്ക്രൂ തന്നിരിക്കുന്നു. ഈ സ്ക്രൂ നമുക്കറിയാം വലതുവശത്തേക്ക് തിരിക്കുമ്പോൾ, റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, വലതുവശത്തേക്ക് തിരിക്കുമ്പോഴാണ് ഈ സ്ക്രൂൻ്റെ മൂവ്മെൻ്റ് ആണ് ഈ താഴേക്ക് നമ്മൾ സ്ക്രൂ വലതുവശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൂവ്മെൻറ്റ് താഴേക്ക് സ്ക്രൂ മൂവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രൂ താഴേക്ക് ആയിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ക്രൂവിൻ്റെ റൊട്ടേഷൻ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. അതുപോലെ സ്ക്രൂ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അത് ടൈറ്റ് ആകും. ഇപ്പം നമ്മൾ പറഞ്ഞു റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് സ്ക്രൂ താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡയറക്ഷനാണ് കറണ്ടിനെ സൂചിപ്പിക്കുന്നത്. അപ്പം റൊട്ടേഷൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെയും അതുപോലെ സ്ക്രൂവിൻ്റെ മൂവ്മെൻറ്റ് കറണ്ടിൻ്റെ ഡയറക്ഷനെയും സൂചിപ്പിക്കുന്നു. എക്സാമിൽ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് കമ്പാരിസൺ ഓഫ് കൂളംസ് ലോ വിത്ത് ബയോട്ട്-സവാർട്ട് ലോ. കൂളംസ് ലോയും ബയോട്ട്-സവാർട്ട് ലോയും കമ്പയർ ചെയ്യാൻ എക്സാമിൽ ചോദിക്കാറുണ്ട്. നമ്മൾ രണ്ട് ലോയും നമ്മൾ പഠിച്ചതാണ്. കൂളംസ് ലോ ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നത്. ഇലക്ട്രിക് ചാർജുകളുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ് കൂളംസ് ലോ എന്ന് പറയുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോയാണ് ബയോട്ട്-സവാർട്ട് ലോ. ഇനി ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ കൂളംസ് ലോ ഉപയോഗിക്കുന്നത് നമുക്കറിയാമായിരുന്നു 1/4πε0 q / r². ഈ രീതിയിലാണ് നമ്മൾ കൂളംസ് ലോയിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചിരുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് μ0 / 4π × IdL sin θ / r². അപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ 1/4πε0 q / r² ആണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻഷൻ μ0 / 4π × IdL sin θ / r² ആണ്. രണ്ട് ലോയും ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ നമ്മൾ പറഞ്ഞായിരുന്നു, കൂളംസ് ലോ പറഞ്ഞപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഫോഴ്സിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അത് തന്നെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. രണ്ട് കേസിലും ഡിവൈഡഡ് ബൈ r². ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയോ ഡിക്രീസ് ചെയ്യും. ദെൻ ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. രണ്ടും ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. കൂളംസ് ലോയും ബയോട്ട്-സവാർട്ട് ലോയും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. ഇവിടെ കൂളംസ് ലോയിൽ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സ്കെയിലാർ ആയിരുന്നു. നമുക്കറിയാം സോഴ്സ് എന്ന് പറയുന്നത് ചാർജാണ്. ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇവിടെ വെക്ടർ സോഴ്സാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ സോഴ്സാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ അതേ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ്
റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കൂളംസ് ലോയിൽ ആംഗിൾ ഡിപ്പെൻഡൻസ് ഒന്നുമില്ല. ഈക്വേഷൻ്റെ അത് നോക്കുക, ഇവിടെ ആംഗിളിൻ്റെ ടേം ഒന്നും വരുന്നില്ല. എന്നാൽ ബയോട്ട് സവാർട്ട് ലോ ആംഗിൾ ഡിപ്പെൻഡൻ്റ് ആണ്. ഇവിടെ സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു ടേം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബയോട്ട് സവാർട്ട് ലോ ആംഗിൾ ഡിപ്പെൻഡൻ്റ് ആണ്. കൂളംസ് ലോ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബയോട്ട് സവാർട്ട് ലോ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോയെ ഒബേ ചെയ്യുന്നുണ്ട്. ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. കൂളംസ് ലോ വെക്റ്റർ സോഴ്സ് ആണ്. കൂളംസ് ലോ സ്കെയിലാർ സോഴ്സ് ആണ്. ബയോട്ട് സവാർട്ട് ലോ വെക്റ്റർ സോഴ്സ് ആണ്. ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ്. ഇവിടെ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബയോട്ട് സവാർട്ട് ലോ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.